ഇന്ന് ഉച്ചത്തേക്ക് കറി വെക്കാൻ എടുത്തേക്കുന്ന വെള്ള ആവോലിയാണേ. കണ്ടോ, നല്ല പിടയ്ക്കണ വെള്ളാവോലി. ഇനി ഈ ആവോലി ഒന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കാം. ഇത് നമ്മൾ നല്ല വെള്ളം ഒഴിച്ചാണ് കഴുകുന്നത്. നമ്മൾ വള്ളത്തിൽ ടാങ്കിനകത്ത് വെള്ളം കൊണ്ടുപോകും. എല്ലാം കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അതിന് വേണ്ട കുറച്ച് സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള. ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. നമ്മുടെ വിജേഷണനാണ് ആവോലിക്കറി വെക്കുന്നത്. കടുക് പൊട്ടിയിട്ടുണ്ട്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും സാധനം ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നല്ലതുപോലെ മൂത്തിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി എണ്ണയ്ക്കകത്ത് കിടന്ന് മസാല നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. മസാല മൂത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ഫിഷ് മസാല ഇട്ട് കൊടുക്കാം. ഇനി കുടംപുളി ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഗ്രേവി ഒന്ന് തിളപ്പിച്ചെടുക്കാം. തിളച്ചിട്ടുണ്ട്. അതിലേക്ക് മീൻ വാരി ഇട്ട് കൊടുക്കാം. ആവോലി കഷ്ണങ്ങളൊന്നും ആക്കത്തില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കുവാണ്. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അടച്ച് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കാം. കറി നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി എല്ലാവർക്കും വിളമ്പി കൊടുക്കാം. ആവോലിയുടെ കൂടെ 2-3 വരിമീനും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെട്ടി അതിനകത്ത് ഇട്ടിട്ടുണ്ട്. എൻ്റെ കൈ പൊള്ളിപ്പോയി. നല്ല ചൂടുണ്ട്. ഈ ആവോലി നല്ല സൂപ്പർ ടേസ്റ്റുള്ള മീനാണ്. വെള്ളാവോലിക്ക് ടേസ്റ്റ് കൂടുതലാണ്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണ് ആവോലിക്കറിയും ചൂട് ചോറും.